പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ കല്യാണ സമയത്തൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ വിവാഹത്തിൻ്റെ തലേന്ന് വധുവിൻ്റെയും വരൻ്റെയും വീട്ടിൽ മധുരം വെയ്പ്പ് എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. എൻ്റെയൊക്കെ സമയം വന്നപ്പോഴേക്കുണ്ടല്ലോ പൈസ ഉള്ളവർ മാത്രം ഇങ്ങനെയൊക്കെ പരിപാടികൾ വെച്ചു. അതുകൊണ്ട് എനിക്കൊക്കെ മധുരം വെയ്പ്പ് എന്താണെന്നും കൂടി അറിയില്ലായിരുന്നു. ഇന്ന് കാലചക്രം മാറി സാമാന്യ സമ്പത്തൊക്കെ ആയപ്പോൾ പഴയ ആചാരങ്ങളൊക്കെ ക്രൈസ്തവർക്കിടയിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ കേരള ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അതിമനോഹരമായ ഒരു ചടങ്ങായ മധുരം വെയ്പ്പിലേക്കാണ്. ഇന്നത്തെ തലമുറയിൽ പലർക്കും ഈ ചടങ്ങ് നേരിൽ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കസിൻ്റെ മധുരം വെയ്പ്പ് ചടങ്ങിലെ ഈ മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് തോന്നിയത്. ഇതൊരു ചടങ്ങ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും സൗന്ദര്യമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആഘോഷമായി സെലിബ്രേറ്റ് ചെയ്യുന്നതും. അത്തരമൊരു മനോഹരമായ ദിവസമായിരുന്നു എൻ്റെ കസിൻ അഞ്ജുവിൻ്റെയും പ്രതിസുത വരൻ പ്രേമിൻ്റെയും മധുരം വെയ്പ്പ് ചടങ്ങ്. നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജുകുട്ടിക്ക് മധുരം കൊടുക്കട്ടെ. അഞ്ജുകുട്ടിക്ക് മധുരം കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജുകുട്ടിക്ക് മധുരം കൊടുത്തോട്ടെ. ഇനിയും ആർക്കെങ്കിലും മധുരം വെയ്പ്പ് എന്താണെന്ന് അറിയാൻ മേലെങ്കിൽ ഞാനതൊന്ന് പറയാം. മധുരം വെയ്പ്പ് എന്നത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിവാഹ പാരമ്പര്യത്തിലെ ഏറ്റവും മനോഹരവും അർത്ഥപൂർണവുമായ ഒരു ചടങ്ങാണ്. വധുവിനും വരനും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ദാമ്പത്യ ജീവിതം മധുരവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് കുടുംബത്തിലെ മുതിർന്നവർ വന്ന് വരനെയും വധുവിനെയും മധുരം നൽകി അവരെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ്. പണ്ട് മധുരം വെയ്പ്പിന് പാച്ചോറും കൽക്കണ്ടമോ പഞ്ചസാരയോ ഒക്കെ വച്ച് ലളിതമായി ആഘോഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പാച്ചോറിന് പകരം ഫ്രൂട്ട്സും അതുപോലെ ഹെൽത്തിയായ മധുരവുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അഞ്ജുവിൻ്റെയും പ്രേമിൻ്റെയും ഈ മധുരം വെയ്പ്പ് ചടങ്ങിന് ഞാൻ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ അതിമനോഹരമായി അലങ്കരിച്ചിരുന്ന ഹാൾ എന്നെ ആകർഷിച്ചു. സ്വർണ്ണ നിറമുള്ള പശ്ചാത്തലത്തിൽ റെഡും വൈറ്റും കലർന്ന പൂക്കൾ മരതക പച്ച ഇലകൾക്കിടയിൽ കണ്ടപ്പോൾ അതീവ ഹൃദ്യമായി. ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന ലാമ്പുകളും എല്ലാം ചേർന്ന് ഒരു രാജകീയ ഭംഗി തോന്നി. വരനും വധുവും ആ വേദിയിൽ നിന്നപ്പോൾ ഒരു രാജകീയ പ്രൗഢി തന്നെ തോന്നി. എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു കാര്യം നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിന് നൽകിയ പ്രാധാന്യമായിരുന്നു. വധുവിനെയും വരനെയും സ്റ്റേജിലേക്ക് നയിച്ചത് സുന്ദരിമാരായ തരണീമണികൾ മാർഗംകളികളുടെ അതിഗംഭീരമായ പാട്ടിലൂടെയും നൃത്തച്ചൂടുകളിലൂടെയുമായിരുന്നു. അവരുടെ പിന്നാലെ പൂപ്പന്തലിന് താഴെ മന്ദം മന്ദമായി വധു സ്റ്റേജിലേക്ക് എത്തിയത് വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷം ഫാമിലിയിലെ എൽഡേഴ്സൊക്കെ വന്ന് വധുവിന് മധുരം നൽകി. വധുവാകട്ടെ എല്ലാവരോടും വളരെ സ്നേഹമായി ആദരവോട് പെരുമാറിയത് ഒരുപാട് ഹൃദ്യമായി. ഇത്തരം ചടങ്ങുകൾ രണ്ട് വ്യക്തികളുടെ ജീവിതം ഒന്നാക്കുന്നതിൻ്റെ ആഘോഷം മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ സ്നേഹത്തോടെ ഒന്നിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. എനിക്കവിടെ ഒരുപാട് ബന്ധുക്കളെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞു. കൂടാതെ എൻ്റെ കുറേ ഫാൻസിനെയും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കണ്ടപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ബന്ധുക്കളാണെന്ന് വീണ്ടും മനസ്സിലായി. ആ ഹാള് നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിലാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. എങ്കിലും ആ മഴയൊന്നും കൂസാതെ ബന്ധുക്കളെല്ലാവരും വന്നു ചേർന്നത് അവരുടെ സ്നേഹബന്ധത്തെ കുറിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിഗംഭീരമായ സ്നേഹവിരുന്നും ഈ ആഘോഷത്തിന് മാറ്റുരച്ചു. ഞാൻ പറഞ്ഞ പോലെ വലിയ മഴയുണ്ടായിട്ടും വൈകുന്നേരത്തെ പരിപാടി ആയിട്ട് പോലും ഇത്രയധികം ആളുകൾ വന്നത് ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും പരമ്പരാഗതമായ ചടങ്ങുകളും ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ഇതിൽ പങ്കുവയ്ക്കൂ. ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് സമ്പത്തല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനോഹരമായ ഓർമ്മകളുമാണ്. ഇത്തരം കുടുംബ സംഗമങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ്. വീണ്ടും മറ്റൊരു മനോഹരമായ അനുഭവവുമായി കാണാം. നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ.